Hello and good morning everyone. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് കോസ്റ്റ് ഓഫ് ഈക്വിറ്റി ഷെയർ ക്യാപിറ്റൽ എന്താണ്, അതുപോലെ തന്നെ കോസ്റ്റ് ഓഫ് ഈക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ള ഡിഫറെൻറ്റ് അപ്രോച്ചസ് ഏതൊക്കെയാണ് എന്നുള്ളതാണ്. ആദ്യം നമുക്ക് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്താണ് എന്നുള്ളതൊന്ന് ബ്രീഫായി പറഞ്ഞിട്ട് പോവാം. കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിനെ വി ക്യാൻ സേ ദാറ്റ് ഇറ്റ് ഈസ് ദ മിനിമം റിക്വയർഡ് റേറ്റ് ഓഫ് റിട്ടേൺ എക്സ്പെക്റ്റഡ് ബൈ ബോത്ത് ദ ഇൻവെസ്റ്റേഴ്സ് ആൻഡ് ദ കമ്പനീസ്. അതായത് ഇൻവെസ്റ്റേഴ്സും അതുപോലെ തന്നെ കമ്പനീസും എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു മിനിമം റേറ്റ് ഓഫ് റിട്ടേണിനെയാണ് നമ്മൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടെ കയ്യിലുള്ള, അതായത് ആളുകൾക്ക് അവരുടെ കയ്യിലുള്ള സർപ്ലസ് എമൗണ്ട് എവിടെ വേണമെങ്കിലും നിക്ഷേപിക്കാം. അതായത് അവർക്ക് ഡെപ്പോസിറ്റായിട്ട് ബാങ്കിൽ കൊണ്ടുപോയി ഡെപ്പോസിറ്റ് ചെയ്യാം. അങ്ങനെയുള്ള സമയത്ത് അത് വളരെ റിസ്ക്ലെസ് ആണ്, അവർക്കൊരു റിട്ടേൺ എപ്പോഴും അഷ്വേർഡ് ആണ്. അതും അല്ലെങ്കിൽ അവർക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് സ്കീംസിൽ ഡെപ്പോസിറ്റ് ചെയ്യാം, അതായത് ഈക്വിറ്റി ഷെയർ പോലെയുള്ള സെക്യൂരിറ്റീസിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാം. അങ്ങനെയുള്ള സമയത്ത് അവിടെ അവരൊരു റിസ്ക് എലമെൻറ്റ് ബെയർ ചെയ്യുന്നുണ്ട്. ആ ഒരു റിസ്ക് എലമെൻറ്റിനെ കവർ ചെയ്യുന്ന തരത്തിലുള്ള ഒരു റിട്ടേൺ ആയിരിക്കും ഇൻവെസ്റ്റേഴ്സ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. കമ്പനീസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇങ്ങനെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പ്രപ്പോസൽ അല്ലെങ്കിൽ ഈ ഒരു പ്രൊജക്റ്റ് ആക്സെപ്റ്റ് ചെയ്യണോ അതോ റിജക്റ്റ് ചെയ്യേണ്ടതാണോ എന്നുള്ളത് തീരുമാനിക്കുന്നത് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ അനലൈസ് ചെയ്യുന്നതിലൂടെയാണ്. അതായത് അവരിപ്പോൾ ഒരു സെക്യൂരിറ്റീസ് ഇഷ്യൂ ചെയ്തിട്ട് ക്യാപിറ്റൽ റേസ് ചെയ്തു, ഡിബഞ്ചേഴ്സ് അതുപോലെ തന്നെ ഇക്വിറ്റി ഷെയർസ് ഒക്കെ ഇഷ്യൂ ചെയ്തിട്ട് ക്യാപിറ്റൽ റേസ് ചെയ്തു. അങ്ങനെ റേസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന് അവരൊരു എക്സ്പെൻസ് ബെയർ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇതിന് തിരിച്ചൊരു റിട്ടേൺ കൊടുക്കണം, അല്ലേ? ഷെയർസിൻ്റെ മുകളിൽ ഡിവിഡൻഡ് കൊടുക്കണം, ഡിബഞ്ചേഴ്സിൻ്റെ മുകളിൽ ഇൻട്രസ്റ്റ് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു എക്സ്പെൻസിനെ കവർ ചെയ്യുന്ന തരത്തിലുള്ള ഒരു മിനിമം റേറ്റ് ഓഫ് റിട്ടേൺ കമ്പനീസ് എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. അതാണ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ. ഈ രണ്ടുപേരുടെയും പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്ന് നമ്മൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിനെ അനലൈസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇനി അതുപോലെ തന്നെ ഡിഫറെൻറ്റ് സോഴ്സസിൽ നിന്ന് റേസ് ചെയ്യും എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ ഡിഫറെൻറ്റ് സോഴ്സസിന് പ്രത്യേകമായിട്ട് കോസ്റ്റ് ഓഫ് ക്യാപിറ്റലും ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിൽ കോസ്റ്റ് ഓഫ് ഡെപ്റ്റും അതുപോലെ തന്നെ കോസ്റ്റ് ഓഫ് പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റലും നമ്മൾ ലാസ്റ്റ് വീഡിയോസിൽ പറഞ്ഞതാണ്. ഇന്ന് പറയുന്നത് കോസ്റ്റ് ഓഫ് ഈക്വിറ്റി ക്യാപിറ്റൽ എന്താണ് എന്നാണ്. അപ്പോൾ നമ്മൾ ലാസ്റ്റ് പറഞ്ഞ രണ്ട് ഷെയർ ക്യാപിറ്റൽ, അതായത് ലാസ്റ്റ് പറഞ്ഞ രണ്ട് ക്യാപിറ്റൽ, അതായത് ഡെപ്റ്റ് ക്യാപിറ്റലും അതുപോലെ തന്നെ പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റലും, ഇതിന് രണ്ടിനും ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. അതെന്താണെന്ന് വെച്ചാൽ അവിടെ ഒരു പ്രീ ഫിക്സഡ് റേറ്റ് ഉണ്ടായിരുന്നു. 8% ഡിബഞ്ചേഴ്സ് അല്ലെങ്കിൽ 11% പ്രിഫറൻസ് ഷെയർസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പെർസെൻറ്റേജ് അവിടെ തന്നിട്ടുണ്ട്. അതെന്താണ് അവിടെ സൂചിപ്പിക്കുന്നത്? ഈ ഒരു പെർസെൻറ്റേജിൽ അവർക്ക് റിട്ടേൺ അഷ്വേർഡ് ആണ്. ഇൻട്രസ്റ്റ് ഇത്ര പെർസെൻറ്റേജിൽ നിർബന്ധമായിട്ടും കൊടുത്തിരിക്കും. അതിനൊരു ലീഗൽ ബൈൻഡിങ് ഉണ്ട്. ഈ ലീഗലി അത് അങ്ങനെ കൊടുത്തിരിക്കണം എന്നാണ്. അപ്പോൾ അങ്ങനെ ഒരു ലീഗൽ ബൈൻഡിങ് ഉണ്ട്, ഒരു പ്രീ ഫിക്സഡ് റേറ്റ് ഉണ്ട് ഈ രണ്ട് കാര്യത്തിനും. പക്ഷേ ഇക്വിറ്റി ഷെയർസിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയൊന്നുമില്ല. ഒരു ലീഗൽ ബൈൻഡിങ്ങും ഇല്ല, പിന്നെ അതുപോലെ തന്നെ പ്രീ ഫിക്സഡ് റേറ്റും ഇല്ല. അപ്പോൾ എങ്ങനെയാണ് ഇവർക്ക് റിട്ടേൺ കൊടുക്കുന്നത്? റിട്ടേൺ കൊടുക്കുന്നത് റെസിഡുവൽ പ്രോഫിറ്റിൽ നിന്നാണ്. ആ കമ്പനി എത്ര പ്രോഫിറ്റ് ഉണ്ടാക്കി ആ പ്രോഫിറ്റിൽ നിന്ന് ആദ്യം ഡിബഞ്ചർ ഹോൾഡേഴ്സിന് പേ ഔട്ട് ചെയ്യും, പിന്നെ അത് കഴിഞ്ഞ് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് പേ ഔട്ട് ചെയ്യും, പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള എമൗണ്ട് ഈക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിനുള്ളതാണ്. അവർക്കത് വേണമെങ്കിൽ റീറ്റേൺഡ് ഏർണിങ്സ് ആയിട്ട് അതൊന്ന് കുറച്ച് എമൗണ്ട് മാറ്റിവെക്കാം, എന്നിട്ട് ഡിവിഡൻഡ് പേ ഔട്ട് നടത്താം. അപ്പോൾ അത് ഓണേഴ്സിൻ്റെ കയ്യിലാണ് തീരുമാനം. ഈക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറയുന്നത് ആണ് കമ്പനീസിൻ്റെ ഓണേഴ്സ് എന്ന് പറയുന്നത്. അവരും കൂടി ചേർന്നാണ് അങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നത്. അപ്പോൾ അവിടെ ഒരു പ്രീ ഫിക്സഡ് റേറ്റ് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഈക്വിറ്റി ഷെയറിൻ്റെ മുകളിലുള്ള കോസ്റ്റ് നമ്മൾ അസർട്ടൈൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ അവിടെ ഒരു ഡിവിഡൻഡ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് ഇത്ര ഡിവിഡൻഡ് കൊടുക്കാം അല്ലെങ്കിൽ ഇത്ര ഡിവിഡൻഡ് കിട്ടും എന്നുള്ളത് അവിടെ എക്സ്പെക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്, നോട്ട് അഷ്വേർഡ്. മറ്റ് രണ്ട് കേസിലുള്ളതുപോലെ അഷ്വേർഡ് അല്ല. അപ്പോൾ ഈ എക്സ്പെക്റ്റ് ചെയ്യുന്ന സമയത്ത് അവർക്ക് ഡിവിഡൻഡ് എക്സ്പെക്റ്റ് ചെയ്യാം. അതായത് ഞങ്ങൾക്ക് ഇത്രയും റെസിഡുവൽ പ്രോഫിറ്റിൽ നിന്ന് ഇത്ര ഡിവിഡൻഡ് കിട്ടും എന്നുള്ളത് എക്സ്പെക്റ്റ് ചെയ്യാം. ആ ഡിവിഡൻറ്റിന് ഒരു ഗ്രോത്ത് വെച്ചിട്ട് എക്സ്പെക്റ്റ് ചെയ്യാം. ഇത്രയും റേറ്റിൽ വർഷാവർഷം ഗ്രോത്ത് ഉണ്ടാവും എന്നുള്ളത് വെച്ചിട്ട് അതുപോലെ തന്നെ ഏർണിങ്സ് പെർ ഷെയർ ആയിട്ടും എക്സ്പെക്റ്റ് ചെയ്യാം. അതായത് റെസിഡുവൽ പ്രോഫിറ്റ് എത്രയുണ്ടോ അതിൽ നിന്ന് നമ്പർ ഓഫ് ഷെയർ ഹോൾഡേഴ്സിനെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് ഏർണിങ്സ് പെർ ഷെയർ കിട്ടുക. അപ്പോൾ റെസിഡുവൽ പ്രോഫിറ്റിനെ കംപ്ലീറ്റ്ലി ഷെയർ ഹോൾഡേഴ്സിനായിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുക്കുമ്പോഴാണ് EPS കിട്ടുന്നത്. ഈ റെസിഡുവൽ പ്രോഫിറ്റിൽ നിന്ന് കുറച്ച് മാറ്റി വയ്ക്കുകയാണ്, റീറ്റെയിൻഡ് ഏർണിങ്സ് ആക്കി മാറ്റി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്കി എമൗണ്ട് എന്ന് പറയുന്നത് ഡിവിഡൻഡ് ആയിട്ട് പേ ഔട്ട് ചെയ്യാനുള്ളതാണ്.
അപ്പോൾ EPS ആയിട്ട് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ റിയലൈസ്ഡ് ഏർണിങ്സ് എത്രയുണ്ടോ, അതായത് കമ്പനി പാസ്റ്റ് ഇയേഴ്സിൽ എത്രയാണ് ഡിവിഡൻ്റായിട്ട് പേ ഔട്ട് ചെയ്തത്, അതിനെ ആസ്പദമാക്കിയിട്ട് ഒരു ഡിവിഡൻഡ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. അപ്പോൾ അങ്ങനെയൊക്കെ എക്സ്പെക്റ്റ് ചെയ്യുന്നതുകൊണ്ടാണ്, അങ്ങനെ 4 ഡിഫറെൻറ്റ് വേസിൽ എക്സ്പെക്റ്റ് ചെയ്യുന്നതുകൊണ്ടാണ് 4 ഡിഫറെൻറ്റ് അപ്രോച്ചസ് ഉള്ളത് അതിന്. അപ്പോൾ ഇതാണ് കോസ്റ്റ് ഓഫ് ഈക്വിറ്റി ക്യാപിറ്റൽ എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം എന്താണ്. ദ കോസ്റ്റ് ഓഫ് ഈക്വിറ്റി ക്യാപിറ്റൽ ഇസ് ദ മിനിമം റേറ്റ് ഓഫ് റിട്ടേൺ ദാറ്റ് ദ കമ്പനി മസ്റ്റ് ഏൺ ഓൺ ഇറ്റ്സ് ഈക്വിറ്റി ഷെയർ ക്യാപിറ്റൽ. ഇറ്റ് ഈസ് ദ റിട്ടേൺ വിച്ച് ദ ഷെയർ ഹോൾഡർ എക്സ്പെക്ട്സ് ഓൺ ഹിസ് ഇൻവെസ്റ്റ്മെൻറ്റ്. അതായത് ഇൻവെസ്റ്റ് ചെയ്ത ഈക്വിറ്റി ഷെയർ ക്യാപിറ്റലിന് മുകളിൽ കമ്പനി ഏൺ ചെയ്യേണ്ട ഒരു മിനിമം റിട്ടേൺ ആണ്. അതുപോലെ തന്നെ ഇൻവെസ്റ്റേഴ്സ് എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു മിനിമം റിട്ടേൺ ആണ്. അയാളുടെ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ മുകളിൽ അയാൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു റിട്ടേൺ ആണ് കോസ്റ്റ് ഓഫ് ഈക്വിറ്റി ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ. അതിൽ ഡിഫറെൻറ്റ് അപ്രോച്ചസ് ഏതൊക്കെയാണ്? 4 വേരിയസ് അപ്രോച്ചസ് ആണുള്ളത്. ഡിവിഡൻഡ് ഈൽഡ് മെത്തേഡ്, ഡിവിഡൻഡ് ഈൽഡ് പ്ലസ് ഗ്രോത്ത് മെത്തേഡ്, ഏർണിങ്സ് പ്രൈസ് മെത്തേഡ്, റിയലൈസ്ഡ് ഈൽഡ് മെത്തേഡ്. ആദ്യത്തേത് ഡിവിഡൻഡ് ഈൽഡ് മെത്തേഡാണ്. നമ്മൾ പറഞ്ഞു ഒരു ഡിവിഡൻഡ് എക്സ്പെക്റ്റ് ചെയ്യുന്ന കേസാണ് ഡിവിഡൻഡ് ഈൽഡ് മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഡിവിഡൻഡ് എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഇസ് അപ്പോൺ ദ മാർക്കറ്റ് പ്രൈസ് ഓഫ് ദാറ്റ് ഷെയർ. അവർ എത്രയാണോ ഈ ഒരു കമ്പനി അതിൽ നിന്ന് ഏൺ ചെയ്തത്, മാർക്കറ്റ് പ്രൈസാണ് ആ ഷെയറിന് അവർക്ക് കിട്ടുന്ന ഏർണിങ്സ്, ആ ഏൺ ചെയ്തതിൻ്റെ മുകളിൽ ഇത്ര ഡിവിഡൻഡ് അവർ കൊടുക്കുന്നു. ഇത്ര ഡിവിഡൻഡ് കൊടുക്കുന്നു, ഇന്ന വർഷം കൊടുത്തു എന്നൊന്നും പറയുന്നതിൽ ഇവിടെ കാര്യമില്ല. അത് എല്ലാ വർഷവും ഒരേ ഡിവിഡൻ്റാണ് അവിടെ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അടുത്ത മെത്തേഡിലാണ് ഒരു ഗ്രോത്തും കൂടിയും എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഈ മെത്തേഡിൽ ഇനീഷ്യലി ഇത്ര പേ ചെയ്തു അല്ലെങ്കിൽ ഈ വർഷം ഇത്ര പേ ചെയ്തു എന്നൊന്നും പറയുന്നതിൽ ഒരർത്ഥമില്ല. ഒരു ഡിവിഡൻഡ് എമൗണ്ട് തന്നിട്ടുണ്ടെങ്കിൽ അതാണ് അവിടെ നമ്മൾ ഇക്വേഷനിൽ യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, നമുക്ക് എന്താണ് ഡിവിഡൻഡ് ഈൽഡ് മെത്തേഡ്? This method is based on the assumption that each shareholder expects to receive dividend at the current rate of return. Therefore, the dividend received or expected is capitalized by the market value of shares to ascertain the cost of shares. This method is also known as dividend price ratio method. അതായത് മാർക്കറ്റ് പ്രൈസ് ഓഫ് ദാറ്റ് ഷെയറിനെ ബേസ് ചെയ്തിട്ടാണ്, അതാണ് ബേസ് എമൗണ്ട്, അതിൻ്റെ മുകളിൽ ഒരു ഇത്രയും ഡിവിഡൻഡ്, ആ ഒരു റേഷ്യോ ആണ് നമ്മുടെ, അല്ലെങ്കിൽ ആ ഒരു റേറ്റാണ് നമ്മുടെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഓക്കെ, ഇതിന് പറയുന്ന വേറൊരു പേരാണ് ഡിവിഡൻഡ് പ്രൈസ് റേഷ്യോ മെത്തേഡ് എന്നുള്ളത്. ഇക്വേഷൻ നോക്കാം. KE, that is cost of equity capital, is equal to D/MP into 100. Here D is dividend per share, MP എന്ന് പറയുന്നത് മാർക്കറ്റ് പ്രൈസ് പെർ ഷെയർ. അപ്പോൾ അവിടെ ശ്രദ്ധിക്കണം, പെർ ഷെയർ എന്നുള്ളതാണ്. ഓരോ ഷെയറിൻ്റെ മാർക്കറ്റ് പ്രൈസ് എത്രയാണ്, അതിന് കൊടുക്കുന്ന ഡിവിഡൻഡ് എത്രയാണ്, അത് രണ്ടും കൂടി ചേർത്താണ് നമ്മൾ, അതിൻ്റെ രണ്ടിൻ്റെയും കൂടി റേഷ്യോ ആണ് നമ്മൾ കോസ്റ്റ് ഓഫ് ഈക്വിറ്റി ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഇത് എന്താണ് കേസ്? ഒരു എക്സിസ്റ്റിംഗ് ഷെയറിൻ്റെ കേസാണ്. എക്സിസ്റ്റിംഗ് ഷെയറിനാണ് നമുക്ക് മാർക്കറ്റ് പ്രൈസ് അസ്യൂം ചെയ്യാൻ പറ്റുള്ളൂ. ഇനിയിപ്പോൾ ഒരു ഷെയർ ന്യൂലി ഇഷ്യൂ ചെയ്യുകയാണ്, പുതിയതായിട്ട് മാർക്കറ്റിൽ പുതിയതായിട്ട് ഇഷ്യൂ ചെയ്യാൻ പോവുകയാണ്. അങ്ങനെയുള്ള കേസാകുമ്പോൾ എന്തിന് ബേസ് ചെയ്തിട്ടായിരിക്കണം ഈ ഡിവിഡൻഡ് നമ്മൾ അസ്യൂം ചെയ്യേണ്ടത്? ആ സമയത്ത് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് നെറ്റ് പ്രൊസീഡ്സ് ആണ്. ഈ ഇഷ്യൂ ചെയ്യാൻ വേണ്ടി വരുന്ന എമൗണ്ട് എത്രയാണ്, ഇഷ്യൂ പ്രൈസ് എത്രയാണ്, ഇഷ്യൂ ചെയ്യുമ്പോൾ നമ്മൾ ഈടാക്കുന്ന പ്രൈസ്, അതിൽ നിന്ന് കോസ്റ്റ് ഓഫ് ഇഷ്യൂ, അതായത് ഫ്ലോട്ടേഷൻ കോസ്റ്റ് പോലെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ലെസ് ചെയ്ത്, അതാണ് നെറ്റ് പ്രൊസീഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇക്വേഷനിൽ കോസ്റ്റ് ഓഫ് ന്യൂ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ കാണുന്ന സമയത്ത് ഇക്വേഷനിൽ ചെറിയൊരു മാറ്റം വരും. KE ഈസ് ഈക്വൽ ടു D/NP ഇൻറ്റു 100 എന്നാവും. നെറ്റ് പ്രൊസീഡ്സ് ഇൻറ്റു 100 എന്നായി മാറും. ഓക്കെ, അതാണ് ഡിവിഡൻഡ് ഈൽഡ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ. ഇനി അടുത്ത മെത്തേഡാണ് ഡിവിഡൻഡ് ഈൽഡ് പ്ലസ് ഗ്രോത്ത് മെത്തേഡ് എന്ന് പറയുന്നത്. പേരിൽ പറയുന്ന പോലെ തന്നെ അവിടെ ഒരു ഗ്രോത്ത് എലമെൻറ്റും കൂടി കൺസിഡർ ചെയ്യുന്നുണ്ട്. എല്ലാ ഇൻവെസ്റ്റേഴ്സും എക്സ്പെക്റ്റ് ചെയ്യുന്നത് അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഗ്രോ ചെയ്യും എന്നാണ്. ഷെയർ ഹോൾഡേഴ്സും അതുപോലെ തന്നെ അവരുടെ ഡിവിഡൻഡിൽ ഒരു ഗ്രോത്ത് എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് അസ്യൂം ചെയ്യുന്നതാണ് ഡിവിഡൻഡ് ഈൽഡ് പ്ലസ് ഗ്രോത്ത് മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഗ്രോത്തിനുള്ള കോസ്റ്റും കൂടി നമ്മൾ അതിൽ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നുണ്ട്. അതാണ് ഡിവിഡൻഡ് ഈൽഡ് പ്ലസ് ഗ്രോത്ത് മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ മറ്റേ മെത്തേഡിൻ്റെ ഒരു ലിമിറ്റേഷൻ ഇവിടെ കവർ ആയിട്ടുണ്ട്. എല്ലാവരും ഗ്രോത്ത് എക്സ്പെക്റ്റ് ചെയ്യാതെ ഒരു ഇൻവെസ്റ്ററും അയാളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് എവിടെയും കൊണ്ടുപോയിട്ട്, അയാളുടെ സേവിങ്സ് എവിടെയും കൊണ്ടുപോയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാറില്ല. അപ്പോൾ ആ ഒരു ലിമിറ്റേഷൻ ഇവിടെ കവർ ചെയ്യുന്നുണ്ട്. Then what is dividend yield plus growth method? Under this method, the cost of equity capital is based on the present rate of the dividend
ആൻഡ് എക്സ്പെക്റ്റഡ് ഗ്രോത്ത് റേറ്റ് ഓഫ് ഡിവിഡൻഡ്. അതായത് പ്രസൻ്റ്ലി അയാൾക്ക് എത്ര ഡിവിഡൻഡ് കിട്ടുന്നുണ്ട്, അതിനൊപ്പം തന്നെ ഒരു കോൺസ്റ്റൻറ്റ് റേറ്റിൽ അയാളുടെ ഡിവിഡൻഡ് ഗ്രോ ചെയ്യുന്നുണ്ട് എന്നുള്ളതും കൂടിയും ഇവിടെ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഗ്രോത്തിനുള്ള ഒരു എലമെൻറ്റ് കൂടിയും ഈ ഒരു ഇക്വേഷനിൽ വരും. ഓക്കെ, അതായത് ഹിയർ ദ ഷെയർ ഹോൾഡർ എക്സ്പെക്ട്സ് ദാറ്റ് ഹിസ് ഡിവിഡൻഡ് ഗ്രോ ഇൻ എ കോൺസ്റ്റൻറ്റ് റേറ്റ് എന്നുള്ളതാണ്. അയാളുടെ ഡിവിഡൻഡ് ഒരു കോൺസ്റ്റൻറ്റ് റേറ്റിൽ ഗ്രോ ചെയ്യും എന്നുള്ളത് അയാൾ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. ഇക്വേഷൻ എന്താണ് നോക്കാം. ഇക്വേഷൻ സേസ് KA is equal to D1 ഡിവൈഡഡ് ബൈ MP ഇൻറ്റു 100 പ്ലസ് G എന്നുള്ളതാണ് ഇക്വേഷൻ. ഇത് ഏതിൻ്റെ കേസായിരിക്കും? ഇത് ഈക്വിറ്റി ഷെയർസിൻ്റെ കേസാണ്. കാരണം എന്താണ്, ഇവിടെ മാർക്കറ്റ് പ്രൈസാണ് കൺസിഡർ ചെയ്തത്. എക്സിസ്റ്റിംഗ് ഈക്വിറ്റി ഷെയർസിൻ്റെ കേസാണ്. കാരണം ഇവിടെ മാർക്കറ്റ് പ്രൈസാണ് കൺസിഡർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ എക്സിസ്റ്റിംഗ് ഈക്വിറ്റി ഷെയർസിൻ്റെ കേസിലുള്ള ഇക്വേഷൻ ആണ് D1 ബൈ MP ഇൻറ്റു 100 പ്ലസ് G എന്ന് പറയുന്നത്. D1 സ്റ്റാൻഡ്സ് ഫോർ എക്സ്പെക്റ്റഡ് ഡിവിഡൻഡ് പെർ ഷെയർ അറ്റ് ദ എൻഡ് ഓഫ് ദ ഇയർ. ഒരു വർഷത്തിൻ്റെ അവസാനം കിട്ടുന്ന ഡിവിഡൻഡ്. അതായത് നമ്മളൊരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി കഴിഞ്ഞാൽ ആ വർഷം തന്നെയല്ല, അടുത്ത വർഷമായിരിക്കും നമുക്ക് ഡിവിഡൻഡ് കിട്ടുന്നുണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഒരു റിട്ടേൺ കിട്ടുന്നുണ്ടായിരിക്കാം. അപ്പോൾ ആ ഒരു വർഷം കഴിയുമ്പോഴത്തേക്കും അയാൾക്കൊരു ഗ്രോത്ത് എലമെൻറ്റും കൂടിയും അതിലുണ്ടായിട്ടുണ്ടാകും. കഴിഞ്ഞ വർഷം മറ്റ് ഷെയർ ഹോൾഡേഴ്സിന് കൊടുത്തിരുന്ന ഡിവിഡൻറ്റിൽ നിന്ന് ഒരു ഗ്രോത്ത് എലമെൻറ്റും കൂടിയും അവിടെ ആഡ് ആയിട്ടുണ്ടാവും. അതിനെയാണ് D1 എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് D0ൻ്റെ ഒപ്പം ഒരു ഗ്രോത്തും കൂടി ഉണ്ടായിട്ടുണ്ട്. അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത് D1 കൊണ്ട്. അപ്പോൾ D0 ഇൻറ്റു 1 പ്ലസ് G ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് D1 കിട്ടുക. അതായത് 10 രൂപയായിരുന്നു മാർക്കറ്റിൽ ഇതുവരെ കൊടുത്തിരുന്ന ഡിവിഡൻഡ്. അതിനൊപ്പം ഒരു ഗ്രോത്തും കൂടി ഉണ്ടാവുമല്ലോ അടുത്ത വർഷമാകുമ്പോഴത്തേക്കും. ആ ഗ്രോത്ത് എന്ന് പറയുന്നത് 10% ആയിരുന്നു. അങ്ങനെയാണെങ്കിൽ അടുത്ത വർഷം കിട്ടുന്ന ഡിവിഡൻഡ് എത്രയായിരിക്കും? 10 പ്ലസ് 10 ഇൻറ്റു 10% ആണ് അല്ലേ? അതായത് 10 ഇൻറ്റു 10% എന്ന് പറഞ്ഞാൽ 1. അപ്പോൾ 10 പ്ലസ് 1 എന്ന് പറഞ്ഞാൽ 11 രൂപയാണ് അടുത്ത വർഷം ഡിവിഡൻഡായിട്ട് കിട്ടുക. അതാണ് അതിൽ വ്യത്യാസം. അവിടെ ഒരു ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് അതിൽ വ്യത്യാസം. അതാണ് D1 എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ഒരു സംഭവം ഡിവിഡൻഡ് ഈൽഡ് മെത്തേഡിൽ ഉണ്ടാവില്ല. അവിടെ ഒരു DA ഉണ്ടാവുള്ളൂ. അത് കറൻറ്റ് ഇയറിലായിരുന്നോ അല്ലെങ്കിൽ പ്രീവിയസ് ഇയറിലായിരുന്നോ എന്നൊന്നുള്ളത് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല. ഓക്കെ, ഇനി G എന്ന് പറയുന്നത് MP സ്റ്റാൻഡ്സ് ഫോർ മാർക്കറ്റ് പ്രൈസ് പെർ ഷെയർ. ഇനി G എന്ന് പറയുന്നത് റേറ്റ് ഓഫ് ഗ്രോത്ത് ഇൻ ഡിവിഡൻഡ്. ആ ഡിവിഡൻഡിൽ സംഭവിക്കുന്ന ഗ്രോത്തിനെയാണ് G കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ആ ഒരു കോൺസ്റ്റൻറ്റ്, അതാണ് G. ഇനി ഇതിൻ്റെയും കേസിൽ ന്യൂലി ഇഷ്യൂഡ് ഷെയർ ഉണ്ടാവുമല്ലോ. ആ കേസിൽ എന്താ സംഭവിക്കുന്നത്? നെറ്റ് പ്രൊസീഡ്സായി മാറും. D1 ബൈ NP നെറ്റ് പ്രൊസീഡ്സ് ഇൻറ്റു 100 പ്ലസ് G എന്നായി മാറും. പിന്നെ അതുപോലെ തന്നെ ഈക്വേഷൻസിൽ നിന്ന് നമുക്ക് MP അല്ലെങ്കിൽ NP ഡിറൈവ് ചെയ്യേണ്ടതായിട്ട് വരുന്ന സിറ്റുവേഷൻ ഉണ്ടാവുകയാണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യേണ്ട ഇക്വേഷൻ D1 ഡിവൈഡഡ് ബൈ KE മൈനസ് G എന്നുള്ളതാണ്. നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. A company plans to issue 1000 new shares of ₹100 each at par. The flotation costs are expected to be 5% of the share price. The company pays a dividend of ₹10 per share initially, and the growth in dividend is expected to be 5%. Compute the cost of new equity shares if the current market price of an equity share is ₹150. Calculate the cost of existing equity share capital എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ന്യൂ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലും അതുപോലെ തന്നെ എക്സിസ്റ്റിംഗ് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലും ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഓരോ ടേംസും നമുക്ക് നോക്കാം. ഇക്വേഷൻ യൂസ് ചെയ്യേണ്ടത് D/MP അല്ലെങ്കിൽ NP ഇൻറ്റു 100 പ്ലസ് G എന്നുള്ളതാണ്. അത് നമുക്ക് കോസ്റ്റ് ഓഫ് ന്യൂ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ഫൈൻഡ് ഔട്ട് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് D എന്ന് പറയണത് ദ കമ്പനി പേസ് എ ഡിവിഡൻഡ് ഓഫ് ₹10 പെർ ഷെയർ ഇനീഷ്യലി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 10 ആണ് ഇവിടെ ഡിവിഡൻഡ്. ഇനി NP ആണ് കാണേണ്ടത്. NP എന്ന് പറയുന്നത് ഷെയർ പ്രൈസിൽ നിന്ന് 5% ഓഫ് ദാറ്റ് ഷെയർ പ്രൈസ് ഫ്ലോട്ടേഷൻ കോസ്റ്റായിട്ട് ലെസ് ചെയ്യണം.
അപ്പോൾ 100 രൂപയിൽ നിന്ന് 5 രൂപ, 100ൻ്റെ 5% എന്ന് പറഞ്ഞാൽ 5 രൂപയാണ്. ആ 5 രൂപ കുറച്ച് കഴിഞ്ഞാൽ നെറ്റ് പ്രൊസീഡ്സ് കിട്ടും, ദാറ്റ് ഈസ് 95. ഇനി ജി എന്ന് പറയുന്ന കോൺസ്റ്റൻറ്റ് 5 ആണ്. അത് ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അപ്പോൾ D/NP എന്ന് പറയുന്നത് 10/95 × 100 + 5 എന്നാവും. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് 15.53% ആണ്. ഇനി കോസ്റ്റ് ഓഫ് എക്സിസ്റ്റിംഗ് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ കാണാൻ പറഞ്ഞിട്ടുണ്ട്. എക്സിസ്റ്റിംഗ് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ കാണുന്ന സമയത്ത് നമുക്ക് വേണ്ടത് മാർക്കറ്റ് പ്രൈസ് പെർ ഷെയർ ആണ്. അത് തന്നിട്ടുണ്ട് ഇവിടെ. ഇഫ് ദ കറൻറ്റ് മാർക്കറ്റ് പ്രൈസ് ഓഫ് ആൻ ഇക്വിറ്റി ഷെയർ ഈസ് ₹150 എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 150 ആണ് ഇവിടെ MP, 10 ആണ് ഡിവിഡൻറ്റ്, 10/150 × 100 + 5. ജി എന്ന് പറയുന്നത് 5 ആണ്. അപ്പോൾ നമുക്ക് കിട്ടുന്ന പെർസെൻറ്റേജ് എന്ന് പറയുന്നത് 11.67% ആണ്. അപ്പോൾ ഇതാണ് ഡിവിഡൻഡ് ഈൽഡ് പ്ലസ് ഗ്രോത്ത് മെത്തേഡിൽ പറയുന്നത്. ഇവിടെ ഒരു ഗ്രോത്ത് എലമെൻറ്റ് കൺസിഡർ ചെയ്യുന്നുണ്ട്. ഡിവിഡൻറ്റിനെ ഇസ് കാൽക്കുലേറ്റഡ് അപ്പോൺ, അല്ലെങ്കിൽ ബേസ് ചെയ്യുന്നത് മാർക്കറ്റ് പ്രൈസിൽ അല്ലെങ്കിൽ നെറ്റ് പ്രൊസീഡ്സിലാണ്. മാർക്കറ്റ് പ്രൈസിലാവുന്നത് എക്സിസ്റ്റിംഗ് ഷെയർസിൻ്റെ കേസിലാണ്. അവിടെയാണ് നമുക്കൊരു മാർക്കറ്റ് പ്രൈസ് റെഫർ ചെയ്യാനുണ്ടാവുള്ളൂ. ഓൾറെഡി ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന സെക്യൂരിറ്റീസിനാണല്ലോ മാർക്കറ്റ് പ്രൈസ് നമുക്ക് റെഫർ ചെയ്യാനുണ്ടാവുന്നുള്ളൂ. ന്യൂലി ഇഷ്യൂഡ് ഷെയർസ് ആവുന്ന സിറ്റുവേഷനിൽ നെറ്റ് പ്രൊസീഡ്സ് ആയി മാറും. അടുത്ത മെത്തേഡ് എന്ന് പറയുന്നത് ഏർണിംഗ് പ്രൈസ് മെത്തേഡാണ്. According to this method, the cost of equity capital is the discount rate that equates the present value of expected future earnings per share with the current market price or net proceeds. അതായത് ഫ്യൂച്ചറിൽ ഏർണിങ്സ് പെർ ഷെയർ റിട്ടേൺ ആയിട്ട് നമ്മൾക്ക് കിട്ടും എന്നുള്ളത് എക്സ്പെക്റ്റ് ചെയ്യുന്നതാണ് ഏർണിങ്സ് പ്രൈസ് മെത്തേഡിൽ ചെയ്യുന്നത്. അതായത് എത്രയാണോ റെസിഡുവൽ പ്രോഫിറ്റ് വന്നത് അത് മൊത്തമായിട്ട് ഡിവിഡൻഡ് ആയിട്ട് പേ ഔട്ട് ചെയ്തു എന്നുള്ളത് എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു സിറ്റുവേഷനിലാണ് ഏർണിങ്സ് പ്രൈസ് മെത്തേഡിൽ പറയുന്നത്. അതായത് ടോട്ടൽ റെസിഡുവൽ പ്രോഫിറ്റിനെ നമ്പർ ഓഫ് ഷെയർ ഹോൾഡേഴ്സ് കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നതാണ് നെറ്റ് EPS എന്ന് പറയുന്നത്. ഈ EPS തന്നെ നമുക്ക് റിട്ടേൺ ആയിട്ട് കിട്ടും എന്നുള്ളത് എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു സിറ്റുവേഷനാണ് ഏർണിങ്സ് പ്രൈസ് മെത്തേഡിൽ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഈ EPS ബേസ് ചെയ്യുന്നത് മറ്റുള്ള കേസസിലൊക്കെ പറഞ്ഞ പോലെ തന്നെ മാർക്കറ്റ് പ്രൈസിനോ അല്ലെങ്കിൽ ന്യൂലി ഇഷ്യൂഡ് ഇക്വിറ്റി ഷെയർസ് ആണെങ്കിൽ നെറ്റ് പ്രൊസീഡ്സിനോ ആയിരിക്കും. ഓക്കെ, അപ്പോൾ അതാണ് ഏർണിങ്സ് പ്രൈസ് മെത്തേഡ് എന്ന് പറയണേ. ദിസ് മെത്തേഡ് ഈസ് യൂസ്ഡ് ഇൻ ദ ഫോളോയിങ് കേസസ്. ഏതൊക്കെ കേസസിലാണ് ഈ ഒരു മെത്തേഡ് നമ്മൾ യൂസ് ചെയ്യുന്നത്? വെൻ ദ EPS ഈസ് എക്സ്പെക്റ്റഡ് ടു റിമെയിൻ കോൺസ്റ്റൻറ്റ്. ഒരു കോൺസ്റ്റൻറ്റ് എമൗണ്ട് ആണ് നമുക്ക് EPS ആയിട്ട് അല്ലെങ്കിൽ റിട്ടേൺ ആയിട്ട് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഒരു കോൺസ്റ്റൻറ്റ് എമൗണ്ട് നമുക്ക് EPS ആയിട്ട് കിട്ടും എന്നുള്ളത് എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു സിറ്റുവേഷനിൽ. പിന്നെ അതുപോലെ തന്നെ വെൻ ദ ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോ ഇസ് 100%. ഒബ്വിയസ്ലി ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോ 100% ആവുന്ന ഒരു സിറ്റുവേഷനിലാണ് ഈ EP ഏർണിംഗ് പ്രൈസ് മെത്തേഡ് എന്ന് പറയുന്നത് നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കുക. പിന്നെ when the firm is expected to earn an amount on new equity share capital which is equal to the current rates of earning. കറൻറ്റ് മാർക്കറ്റ് റേറ്റ് ഓഫ് ഏർണിങ്സിനെ ബേസ് ചെയ്തിട്ട് തന്നെ ന്യൂ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലിന് മുകളിലും ഏൺ ചെയ്യും എന്നുള്ളത് എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു സിറ്റുവേഷനിൽ. പിന്നെ വെൻ ദ ഷെയർ പ്രൈസ് ഈസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ ദ EPS. മാർക്കറ്റിലെ ഷെയർ പ്രൈസ് EPS മൂലം ഇൻഫ്ലുവൻസ്ഡ് ആകുന്നുണ്ട് എന്നുള്ള ഒരു സിറ്റുവേഷനിൽ, അതായത് EPS ഷെയർ പ്രൈസിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്, അതിനെ എഫക്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു സിറ്റുവേഷനിലും, അതായത് EPS ആണ് അവിടെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടർ എന്ന് പറയുന്നത്, ആ ഒരു സിറ്റുവേഷനിലും നമ്മൾ ഏർണിംഗ് പ്രൈസ് മെത്തേഡാണ് യൂസ് ചെയ്യുക. ഓക്കെ, ഏർണിംഗ് പ്രൈസ് മെത്തേഡിൽ എന്താണ് പറയുന്നത്? EPS ആണ് അവിടെ റിട്ടേൺ ആയിട്ട് എക്സ്പെക്റ്റ് ചെയ്യുന്നത് അപ്പോൺ മാർക്കറ്റ് പ്രൈസ് അല്ലെങ്കിൽ നെറ്റ് പ്രൊസീഡ്സ്. ഏതാണ് സിറ്റുവേഷൻ അതിനനുസരിച്ച് ബേസ് ആയിരിക്കും, മാർക്കറ്റ് പ്രൈസ് അല്ലെങ്കിൽ നെറ്റ് പ്രൊസീഡ്സ് ആയിരിക്കും ബേസ്. അപ്പോൾ EPS ഈ ഏർണിംഗ് പ്രൈസ് മെത്തേഡ് യൂസ് ചെയ്യുന്നത് 100% പേ ഔട്ട് റേഷ്യോ ഉണ്ടാകുന്ന സമയത്ത്, അതുപോലെ തന്നെ EPS കോൺസ്റ്റൻ്റ് ആണ് എന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്ന സമയത്ത്, പിന്നെ അതുപോലെ തന്നെ മാർക്കറ്റ് പ്രൈസ് ഓഫ് ദാറ്റ് ഷെയർ EPS മൂലം ഇൻഫ്ലുവൻസ്ഡ് ആകുന്നുണ്ട് എന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്ന സമയത്തൊക്കെ ഈ ഒരു മെത്തേഡാണ് യൂസ് ചെയ്യുക. അതിൻ്റെ ഇക്വേഷൻ വരുന്നത് EPS ഡിവൈഡഡ് ബൈ ഏർണിങ്സ് പെർ ഷെയർ ഡിവൈഡഡ് ബൈ സ്റ്റോക്ക് പ്രൈസ് അല്ലെങ്കിൽ മാർക്കറ്റ് പ്രൈസ് പെർ ഷെയർ.
ഇൻറ്റു 100 എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഇക്വേഷൻ വരിക. ന്യൂലി ഇഷ്യൂഡ് ഷെയർസ് ആവുന്ന സിറ്റുവേഷനിൽ നെറ്റ് പ്രൊസീഡ്സ് ആയി മാറും എന്ന് മാത്രം. നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. A company is considering an expenditure of rupees 50 lakhs for expanding its operations. The relevant information is as follows. Number of existing equity shares, existing equity shares ആണ് 10 lakhs. Market value of existing shares, market value ആണ് rupees 60. Net earnings rupees 90 lakhs. Compute the cost of existing equity share capital and of new equity share capital, assuming that new shares will be issued at a price of rupees 55 per share and the cost of new issue will be rupees 5 per share. അപ്പോൾ നമുക്ക് ഇതിനകത്ത് രണ്ടും കാണേണ്ടതായിട്ടുണ്ട്. കോസ്റ്റ് ഓഫ് എക്സിസ്റ്റിങ്ങും കോസ്റ്റ് ഓഫ് ന്യൂ ഇക്വിറ്റി ഷെയർസും കാണേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് തന്നിട്ടുള്ള ഇൻഫർമേഷൻസ് എന്തൊക്കെയാണ്? നമ്പർ ഓഫ് ഷെയർ ഹോൾഡേഴ്സ് എത്രയുണ്ട്, അല്ലെങ്കിൽ നമ്പർ ഓഫ് ഷെയർസ് എത്രയുണ്ട് എന്ന് തന്നിട്ടുണ്ട്. ഏർണിങ്സും തന്നിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് നിന്ന് EPS കാണാമല്ലോ. EPS കാണാൻ വേണ്ടിയിട്ട് ഏർണിങ്സ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഷെയർ ഹോൾഡേഴ്സ് അല്ലെങ്കിൽ നമ്പർ ഓഫ് ഷെയർസ് ചെയ്താൽ മതി. അപ്പോൾ EPS കാണാൻ വേണ്ടിയിട്ട് 90 lakh ഡിവൈഡഡ് ബൈ 10 lakh ചെയ്യണം. EPS അപ്പോൾ 9 ആയിരിക്കും കിട്ടുക. ഇനി നെറ്റ് പ്രൊസീഡ്സും വേണം, അതുപോലെ തന്നെ മാർക്കറ്റ് പ്രൈസും വേണം. രണ്ടും കാണേണ്ടതായിട്ടുണ്ട്. കോസ്റ്റ് ഓഫ് എക്സിസ്റ്റിങ്ങും കോസ്റ്റ് ഓഫ് ന്യൂവും കാണണം. ആദ്യം നമുക്ക് കോസ്റ്റ് ഓഫ് എക്സിസ്റ്റിംഗ് ആണ് കാണാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ MP എന്തായിരിക്കും? ഇവിടെ മാർക്കറ്റ് പ്രൈസ് നേരിട്ട് തന്നിട്ടുണ്ട്. മാർക്കറ്റ് വാല്യൂ ഓഫ് എക്സിസ്റ്റിംഗ് ഷെയർസ് എന്ന് പറയുന്നത് 60 ആണ്, rupees 60 എന്നാണ് തന്നിട്ടുണ്ട്. അപ്പോൾ അത് നേരെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. KE ഈസ് ഈക്വൽ ടു EPS ഡിവൈഡഡ് ബൈ മാർക്കറ്റ് പ്രൈസ് ഇൻറ്റു 100 എന്നുള്ളതല്ല ഇക്വേഷൻ. അപ്പോൾ അതിനകത്ത് EPS എന്ന് പറയുന്നത് 90 lakh ഡിവൈഡഡ് ബൈ 10 lakh, ദാറ്റ് ഇസ് 9 ആണ് EPS, ഏർണിങ്സ് പെർ ഷെയർ. ഇനി മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത് rupees 60 എന്നുള്ളത് ഇവിടെ ഡയറക്റ്റ് തന്നിട്ടുണ്ട്. ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് KE ഈസ് ഈക്വൽ ടു 9/60 ഇൻറ്റു 100 എന്നായിരിക്കും. ദാറ്റ് ഇസ് 15% ആണ് കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ക്യാപിറ്റൽ ഇൻ ദി കേസ് ഓഫ് എക്സിസ്റ്റിംഗ് ഷെയർസ്. ഓക്കെ, ഇനി കോസ്റ്റ് ഓഫ് ന്യൂ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ കാണാൻ വേണ്ടിയിട്ട് നമുക്ക് നെറ്റ് പ്രൊസീഡ്സ് ആണ് വേണ്ടതായിട്ടുള്ളത്. അപ്പോൾ നെറ്റ് പ്രൊസീഡ്സിൽ നമുക്ക് എന്താ പറഞ്ഞിട്ടുള്ളത്? ന്യൂ ഷെയർസ് വിൽ ബി ഇഷ്യൂഡ് അറ്റ് എ പ്രൈസ് ഓഫ് rupees 55 പെർ ഷെയർ. ഇഷ്യൂ ചെയ്യുന്ന പ്രൈസ് rupees 55 ആണ്. ഇനി എന്തെങ്കിലും കോസ്റ്റ് ഓഫ് ഇഷ്യൂ ഉണ്ടെങ്കിൽ അത് ലെസ് ചെയ്യും വേണം. കോസ്റ്റ് ഓഫ് ഇഷ്യൂ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇവിടെ പറഞ്ഞിട്ടുണ്ട് കോസ്റ്റ് ഓഫ് ന്യൂ ഇഷ്യൂ വിൽ ബി rupees 5 പെർ ഷെയർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് EPS ഡിവൈഡ് ബൈ NP ഇൻറ്റു 100 എന്നുള്ള ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് 9 ഡിവൈഡഡ് ബൈ 55 മൈനസ് 5 ഇൻറ്റു 100, ദാറ്റ് ഈസ് 9/50 ഇൻറ്റു 100. അപ്പോൾ 18% ആയിരിക്കും നമുക്ക് കോസ്റ്റ് ഓഫ് ഈക്വിറ്റി ക്യാപിറ്റൽ ഇൻ ദി കേസ് ഓഫ് ന്യൂ ഇക്വിറ്റി ഷെയർസിൽ കിട്ടുക. അപ്പോൾ ഇതാണ് EPS മെത്തേഡ് ഉപയോഗിച്ചിട്ട് സോൾവ് ചെയ്യുന്നത്. ഇനി അടുത്ത മെത്തേഡ് എന്ന് പറയുന്നത് റിയലൈസ്ഡ് ഈൽഡ് മെത്തേഡാണ്. ഇതിനകത്ത് പ്രോബ്ലം ഒന്നും ചെയ്യാനില്ല. റിയലൈസ്ഡ് ഈൽഡ് മെത്തേഡിൽ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, അതായത് ആക്ച്വൽ ഏർണിംഗ് എത്രയാണോ, പാസ്റ്റിൽ എത്ര ഏൺ ചെയ്തിട്ടുണ്ട് അതിന് ബേസ് ചെയ്തിട്ടൊരു ഡിവിഡൻറ്റ്, അതേപോലെ ഒരു ഡിവിഡൻറ്റ് ഫ്യൂച്ചറിൽ എക്സ്പെക്റ്റ് ചെയ്യുക. അതാണ് റിയലൈസ്ഡ് ഈൽഡ് മെത്തേഡിൽ പറയുന്നത്. അണ്ടർ ദിസ് മെത്തേഡ് ദ റിയലൈസ്ഡ് ഈൽഡ് ഇസ് ഡിസ്കൗണ്ടഡ് അറ്റ് ദ പ്രസൻറ്റ് വാല്യൂ ഫാക്ടർ ആൻഡ് ദെൻ കമ്പയർഡ് വിത്ത് ദ വാല്യൂ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്. ഓക്കെ, ഇനി വേറൊരു മെത്തേഡും കൂടിയുണ്ട്. ഈ ബേസിക് മെത്തേഡ് കൂടാണ്ട് വേറൊരു മെത്തേഡും കൂടിയുണ്ട്. ദാറ്റ് ഈസ് ക്യാപിറ്റൽ അസറ്റ് പ്രൈസിങ് മോഡൽ അല്ലെങ്കിൽ ക്യാപിറ്റൽ അസറ്റ് പ്രൈസിങ് അപ്രോച്ച് എന്ന് പറയുന്നത്. ഈ ഒരു അപ്രോച്ചിൽ റിസ്ക് എലമെൻറ്റും കൂടി കൺസിഡർ ചെയ്യുന്നുണ്ട്. അതാണ് ഇതിൻ്റെ പ്രത്യേകത. മാർക്കറ്റിൽ റിസ്ക് ഉണ്ടാവുമല്ലോ, ആ റിസ്കിനെയും കൂടി കൺസിഡർ ചെയ്യുന്നൊരു മെത്തേഡാണ് ക്യാപിറ്റൽ അസറ്റ് പ്രൈസിങ് മോഡൽ എന്ന് പറയുന്നത്. ദിസ് അപ്രോച്ച് വാസ് ഡെവലപ്ഡ് ബൈ വില്യം എഫ് ഷാർപ്പി. According to this approach, the return on equity shares depends on the amount of risk associated with it. If more risk is associated with it, it will provide more return. If it is associated with less risk, it will provide less return. അതായത് റിസ്ക് എത്രത്തോളം കൂടുന്നോ അതിനനുസരിച്ച് റിട്ടേണും കൂടും, റിസ്ക് കുറയുന്നതിനനുസരിച്ച് റിട്ടേണും കുറയും എന്നാണ് ഈ ഒരു മെത്തേഡിൽ പറയുന്നത്. എന്തായാലും റിട്ടേൺ എങ്ങനെയായാലും റിസ്കിനെ ബേസ് ചെയ്യുന്നു എന്നുള്ളതാണ് ഈ ഒരു മെത്തേഡിൽ പറയുന്നത്. റിസ്ക് കൂടിയാൽ റിട്ടേൺ കൂടും ചെയ്യും, റിസ്ക് കുറഞ്ഞാൽ റിട്ടേൺ കുറയുകയും ചെയ്യും. There are two types of risk associated with an equity share. They are systematic risk and unsystematic risk. The systematic risk is measured by beta. രണ്ട് തരത്തിലുള്ള റിസ്ക്കാണ് ഷെയറിനെ എഫക്റ്റ് ചെയ്യുന്നത്. ഒന്ന് സിസ്റ്റമാറ്റിക് ആൻഡ് അത് വൺ അൺസിസ്റ്റമാറ്റിക് റിസ്ക്.
അതിനകത്ത് സിസ്റ്റമാറ്റിക് റിസ്കിനെ നമ്മൾ ബീറ്റ ഉപയോഗിച്ചിട്ടാണ് മെഷർ ചെയ്യുന്നത്. അത് ഈ ഒരു മെത്തേഡിൽ ഇക്വേഷൻ വെച്ച് ചെയ്യുമ്പോൾ ബീറ്റയും കൂടി നമ്മൾ കൺസിഡർ ചെയ്യും. സിസ്റ്റമാറ്റിക് റിസ്കിനെ മെഷർ ചെയ്യുന്ന ബീറ്റ കൂടി നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ട്. സിസ്റ്റമാറ്റിക് റിസ്ക് എന്ന് പറഞ്ഞാൽ ഹോൾ മാർക്കറ്റിനെ എഫക്റ്റ് ചെയ്യുന്ന റിസ്ക് ആണ്. അൺസിസ്റ്റമാറ്റിക് റിസ്ക് എന്ന് പറഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ ഇൻഡസ്ട്രീനെ മാത്രമായിട്ട് എഫക്റ്റ് ചെയ്യുന്ന റിസ്ക്. അതായത് ലേബർ സ്ട്രൈക്ക് അല്ലെങ്കിൽ ട്രേഡ് യൂണിയൻ സ്ട്രൈക്ക് എന്തെങ്കിലും ഉണ്ടാവുകയാണെങ്കിൽ അങ്ങനെയൊക്കെ ഉള്ളത് ഒരു പെർട്ടിക്കുലർ ഇൻഡസ്ട്രീനെ മാത്രം എഫക്റ്റ് ചെയ്യുന്ന റിസ്ക്, അതാണ് അൺസിസ്റ്റമാറ്റിക് റിസ്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഈ രണ്ട് റിസ്കിനെയും ഈ ഒരു മെത്തേഡിൽ കൺസിഡർ ചെയ്യുന്നുണ്ട്. സിസ്റ്റമാറ്റിക് റിസ്കിനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് ബീറ്റ ഉപയോഗിക്കുന്നുണ്ട്. When any changes takes place in the market price of shares, it occurs due to the combination of both systematic and unsystematic risk. If the value of beta is high, the risk is considered to be high. അതായത് ഒരു ഷെയറിൻ്റെ മാർക്കറ്റ് പ്രൈസിനെ ഈ രണ്ട് തരത്തിലുള്ള റിസ്ക്കും എഫക്റ്റ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് എന്നാണ് ഈ ഒരു മെത്തേഡിൽ പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ ബീറ്റ കൂടുന്നതിനനുസരിച്ച് റിസ്ക് കൂടുതലാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, ഈ ഒരു മെത്തേഡിൽ എങ്ങനെയാണ് ഇക്വേഷൻ വരുന്നത്? KE, ദാറ്റ് ഈസ് കോസ്റ്റ് ഓഫ് ഈക്വിറ്റി ക്യാപിറ്റൽ, ഈസ് ഈക്വൽ ടു RF പ്ലസ് ബീറ്റ ഇൻറ്റു RM മൈനസ് RF. RF സ്റ്റാൻഡ്സ് ഫോർ റിസ്ക് ഫ്രീ റേറ്റ് ഓഫ് റിട്ടേൺ. അതായത് സീറോ റിസ്കിലുള്ള ഒരു റിട്ടേൺ. അയാൾ ആ ഒരു സേവിങ്സ്, അയാളുടെ ഒരു സേവിങ്സ് അയാൾ വേറെ ഏതെങ്കിലും റിസ്ക് ഫ്രീ ഇൻവെസ്റ്റ്മെൻറ്റ് സ്കീമിലൊക്കെ ഡെപ്പോസിറ്റ് ചെയ്യുമായിരുന്നു എങ്കിൽ അയാൾക്ക് കിട്ടേണ്ട ആ ഒരു മിനിമം റേറ്റ് ഓഫ് റിട്ടേൺ, അതിനെയാണ് റിസ്ക് ഫ്രീ റേറ്റ് ഓഫ് റിട്ടേൺ എന്ന് പറയുന്നത്. റിസ്ക് ഇല്ലാതെ അയാൾക്ക് റിട്ടേൺ കിട്ടുമായിരുന്ന എത്രയാണോ പെർസെൻറ്റേജ്, അതിനെയാണ് റിസ്ക് ഫ്രീ റേറ്റ് ഓഫ് റിട്ടേൺ എന്ന് പറയുന്നത്. ഇനി ബീറ്റ എന്ന് പറയുന്നത് സിസ്റ്റമാറ്റിക് റിസ്കിനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. RM എന്ന് പറയുന്നത് മാർക്കറ്റ് എക്സ്പെക്റ്റഡ് റിട്ടേൺ, മാർക്കറ്റിൽ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു റിട്ടേൺ, അതിലത് ആ റിസ്ക്കും കൂടി ഇൻഫ്ലുവൻസ് ചെയ്തിട്ട് മാർക്കറ്റിലെ റിസ്ക്കും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അതെത്രയാണ് എന്നുള്ളതും നമുക്കൊരു ക്വസ്റ്റ്യനിൽ വെച്ചിട്ട് നോക്കാം. യു ആർ ഗിവൻ ദ ഫോളോയിങ് ഡാറ്റ റിലേറ്റിംഗ് ടു എ കമ്പനി. റിസ്ക് ഫ്രീ റേറ്റ് ഓഫ് റിട്ടേൺ 11%, ബീറ്റ കോഎഫിഷ്യൻറ്റ് ഓഫ് ദ ഫേം ഇസ് 1.25. കമ്പ്യൂട്ട് ദ കോസ്റ്റ് ഓഫ് ഈക്വിറ്റി ക്യാപിറ്റൽ അണ്ടർ CAP മോഡൽ അസ്യൂമിംഗ് എ മാർക്കറ്റ് റിട്ടേൺ ഓഫ് 15% നെക്സ്റ്റ് ഇയർ. വാട്ട് വുഡ് ബി ദ കോസ്റ്റ് ഓഫ് ഈക്വിറ്റി ഇഫ് ബീറ്റ കോഎഫിഷ്യൻറ്റ് ഇൻക്രീസസ് ടു 1.75. അതായത് ബീറ്റ കോഎഫിഷ്യൻറ്റ് രണ്ട് തരത്തിലുള്ളത് കാണണം. രണ്ട് ബീറ്റ കോഎഫിഷ്യൻ്റ് ആകുന്ന സമയത്തുള്ളത് നമ്മൾ കാണണം. ഒന്ന് 1.25 ആകുന്ന സിറ്റുവേഷൻ, മറ്റൊന്ന് 1.75 ആകുന്ന സിറ്റുവേഷൻ. അപ്പോൾ നമുക്ക് ഈക്വേഷൻ എന്താണ്? കോസ്റ്റ് ഓഫ് ഈക്വിറ്റി ക്യാപിറ്റൽ ഈസ് ഈക്വൽ ടു RF പ്ലസ് ബീറ്റ ഇൻറ്റു RM മൈനസ് RF എന്നുള്ളതാണ്. ബീറ്റ I എന്ന് പറയുന്നത് ബീറ്റ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുള്ളതാണ്. ആദ്യത്തത് 1.25 ആകുന്ന സിറ്റുവേഷനിൽ ബീറ്റ 1.25 ആകുമ്പോൾ RF എന്ന് പറയുന്നത് തന്നിട്ടുള്ളത് റിസ്ക് ഫ്രീ റേറ്റ് 11%, RM മാർക്കറ്റ് റിട്ടേൺ 15%. ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് RF ദാറ്റ് ഈസ് 11% പ്ലസ് ബീറ്റ I 1.25 ഇൻറ്റു RM 15% മൈനസ് RF 11%. അപ്പോൾ അവിടെ 15 മൈനസ് 11% ആണ് ആദ്യം ചെയ്യേണ്ടത്. ദാറ്റ് ഈസ് 4%. 4%ൻ്റെ 1.25 എന്ന് പറയുന്നത് 5% ആണ്. അപ്പോൾ 11% പ്ലസ് 5% ഈസ് ഈക്വൽ ടു 16% ആണ് അവിടെ കോസ്റ്റ് ഓഫ് ഈക്വിറ്റി ക്യാപിറ്റൽ വെൻ ബീറ്റ കോഎഫിഷ്യൻറ്റ് ഈസ് 1.25. ഇനി ബീറ്റ കോഎഫിഷ്യൻറ്റ് 1.75 ആകുന്ന സിറ്റുവേഷനിൽ മറ്റ് റേറ്റ്സിനൊന്നും വ്യത്യാസമില്ല. KE ഈസ് ഈക്വൽ ടു 11% പ്ലസ് 1.75 ഇൻറ്റു 15% മൈനസ് 11%. ദാറ്റ് ഈസ് 4%ൻ്റെ 1.75 എന്ന് പറയുന്നത് 7% ആണ്. അപ്പോൾ 11% പ്ലസ് 7% ഈസ് ഈക്വൽ ടു 18% എന്നുള്ളത് ബീറ്റ കോഎഫിഷ്യൻറ്റ് 1.75 ആകുന്ന സിറ്റുവേഷനിൽ കിട്ടും. അപ്പോൾ ഇതാണ് ക്യാപിറ്റൽ അസറ്റ് പ്രൈസിംഗ് മോഡൽ. ഇവിടെ നമ്മൾ റിസ്ക് എലമെൻറ്റും കൂടി കൺസിഡർ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഈ ഒരു മെത്തേഡിൻ്റെ പ്രത്യേകത. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ടെക്നിക്സ് കോസ്റ്റ് ഓഫ് ഈക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ള. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. താങ്ക്